കേരളത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷമാവാൻ സി പി എമ്മിന് കഴിയുമോ? അതോടൊപ്പം തന്നെ 3 എം.എൽ.എമാരുള്ള ബി ജെ പിയുടെയും മുന്നോട്ടുള്ള നീക്കങ്ങൾ എപ്രകാരമായിരിക്കും? അർജുൻ, ഉം. ബി ജെ പി ആയിരിക്കും ശക്തമായ പ്രതിപക്ഷം. കാരണം 2 കേന്ദ്രമന്ത്രിമാരാണ് എം എൽ എ ആയിട്ടിരിക്കുന്നത്. അതിൽ തന്നെ ശ്രീ മുരളീധരൻ പാർലമെൻ്ററി കാര്യ സഹമന്ത്രിയായിരുന്നു. ഉം. ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആണെങ്കിൽ ബി ജെ പിയുടെ പ്രസിഡൻ്റാണ്. അതോടൊപ്പം തന്നെ വളരെ ശക്തമായ IT മുതലായ സെക്ഷൻസ് കൈകാര്യം ചെയ്തിരുന്ന സഹമന്ത്രിയായിരുന്നു. മുരളീധരൻജി ആയിരുന്നെങ്കിൽ വിദേശകാര്യവും പാർലമെൻ്ററി അഫയേഴ്സൊക്കെയാണ് നോക്കിയിരുന്നത്. ശക്തമായ പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി ആയിരിക്കും. അതോടൊപ്പം തന്നെ പല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്ത് എത്തുകയുണ്ടായി. ജയിച്ച് ഇപ്പോൾ ഒരു വളരെ മൂഡ് ചേഞ്ച് ഉണ്ട്. പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് പേര് ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശക്തമായ പ്രതിപക്ഷമായിട്ടും വോട്ട് ഷെയറിൻ്റെ ഇൻക്രീസ് നോക്കുകയാണെങ്കിലും ബി ജെ പി ആണ് പ്രതിപക്ഷ 15% വോട്ട് ബി ജെ പിക്കാണ് അല്ലേ? അതെ 15% 31 ലക്ഷം വോട്ടുകളോളം ബി ജെ പിക്കാണ് വന്നിട്ടുണ്ട്. മാത്രമല്ല ശരിക്കും പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് CPM-ന് എത്ര MLA-മാരുണ്ട്? 22 MLA-മാർ, 35 പേരാണ് LDF-ന് കിട്ടിയിരിക്കുന്നത്. 36 MLA-മാരുണ്ടെങ്കിൽ മാത്രമേ രാജ്യസഭയിലേക്ക് ഒരാളെ നമുക്ക് അയക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ വരുന്ന 5 വർഷം അല്ലെങ്കിൽ 6 വർഷമാണ് ഒരു രാജ്യസഭയുടെ ടേം എന്ന് പറയുന്നത്. അവർക്ക് ആരെയും തന്നെ രാജ്യസഭയിലേക്ക് അയക്കാൻ പറ്റില്ല. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് മുതൽ നമ്മുടെ രാജീവനാണെങ്കിലും പലരും രാജ്യസഭയിൽ കൂടെ MP-മാരായ ആൾക്കാരാണെന്ന് പറയാം. ഇനി അവർക്ക് 6 വർഷത്തോളം വെയിറ്റ് ചെയ്യണം ഒരാളെ രാജ്യസഭയിലേക്ക് അയക്കാനായിട്ട്. രാജ്യസഭാ പ്രാതിനിധ്യം CPM-ന് ഇല്ലാതെയാകുന്നു. അപ്പോൾ അതായത് ഈ 6 വർഷം കൊണ്ട് കേരളത്തിൽ നിന്നാണ് പലരെയും അവർ അയക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇനി ആർക്കും തന്നെ രാജ്യസഭയിലേക്ക് CPM ഇല്ലാത്ത ഒരു രാജ്യസഭയാണ് ഇനി വരും കാലങ്ങളിൽ വരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന വേക്കൻസികളിൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് CPM-ന് ആരെയും തന്നെ അയക്കാൻ പറ്റില്ല. അയക്കേണ്ടിയിരുന്നത് ചെന്നൈയിൽ നിന്ന്, അതായത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ അയക്കാമെങ്കിൽ സ്റ്റാൻഡിലായിട്ടിപ്പോൾ അവർ ഉടക്കിലായി. ഉടക്കെന്ന് പറഞ്ഞാൽ അവർ പുറത്ത് നിന്ന് വിജയ്ക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ വിജയൊക്കെ അവർക്ക് കാല് പിടിക്കേണ്ടി വരും ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടി. പക്ഷേ വിജയും ആദ്യമായിട്ട് വരുന്നൊരു പാർട്ടി ആയതുകൊണ്ട് വിജയുടെ ആൾക്കാരെ രാജ്യസഭയിലേക്ക് അയക്കണമെന്നുള്ളത് കൊണ്ട് അവിടെ നിന്നും അത്ര എളുപ്പമായി കോംപ്രമൈസിന് വിജയ് തയ്യാറാകില്ല അല്ലേ? കോംപ്രമൈസിന് വിജയ് തയ്യാറാകില്ല എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കോഴിക്കോടെയും കണ്ണൂരെയും ഒക്കെ പാർട്ടിയുടെ അനാലിസിസ് CPM-ന് നടക്കുമ്പോൾ പുറത്ത് വന്ന് ശക്തമായിട്ട് ജനങ്ങൾ പറയുകയാണ് ഗോവിന്ദൻ മാസ്റ്ററുടെയും അതേപോലെ തന്നെ പിണറായിയുടെയും ദുഷ്പ്രവർത്തികൾ കൊണ്ടും പിടിപ്പുകേട് കൊണ്ടാണ് ശൈലി മാറ്റണമെന്നൊക്കെ അവർ ഉറക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് ഇങ്ങേർക്ക് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുവാനായിട്ടുള്ള യാതൊരു അർഹതയുമില്ല. പ്രതിപക്ഷത്തേക്ക് CPM-നെ ചുരുക്കാനുള്ള സൂത്രധാരൻ പിണറായി ആണെന്ന് തന്നെ പച്ചയ്ക്ക് വന്ന് പറഞ്ഞിരിക്കുന്നു. ആലോചിക്കാൻ പറ്റുമോ? അവിടുന്ന് ഗോവിന്ദനൊക്കെ ജയിച്ച കാര്യം അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനൊക്കെ ജയിച്ച കാര്യം ആലോചിക്കാൻ പറ്റുമോ? അവർ റിബലായിട്ട് അവിടുന്ന് പാർട്ടി ഇങ്ങനെയാണ്, ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല, രക്തസാക്ഷി ഫണ്ട് വരെ അമക്കി എന്ന് പറഞ്ഞ് പുറത്തു വന്ന ആളെ ജയിപ്പിക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും വോട്ട് ചെയ്തിട്ടൊന്നുമല്ല. പാർട്ടിയുടെ യഥാർത്ഥമായ അനുഭാവികൾക്ക് ഈ പാർട്ടി ഇങ്ങനെയാണ് പോകുന്നത്, ബൂഷുകളെക്കാട്ടിലും വലിയ ബൂഷുവായി മാറുന്നു ഈ പാർട്ടി നേതാക്കന്മാരെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് അവർ മാറി വോട്ട് ചെയ്തത്. ഇവർ പറയും BJP അങ്ങോട്ടേക്ക് വോട്ട് ചെയ്തു. BJPക്ക് സ്വന്തമായിട്ട് എല്ലാ സ്ഥലത്തും വോട്ട് ഷെയർ കൂടിയെന്നേ. ഞങ്ങളും വളർന്നുകൊണ്ട് യോജിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങൾക്ക് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് BJPക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്നിരിക്കുമ്പോൾ നാണാവില്ലേ? തോറ്റിട്ടുണ്ടെങ്കിൽ തോറ്റു, ഞങ്ങൾക്ക് ആളുകൾ വോട്ട് ചെയ്തില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. BJPയുടെ വളർച്ച തകർക്കുന്നത് CPM-നെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും തകർത്തല്ലോ. അല്ല, BJPയുടെ വളർച്ചയല്ല, CPM തകരാനുള്ള പ്രധാന കാരണം CPM ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അവർക്ക് മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയുടെയും ശൈലി തന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് അല്ലേ? ഒരു കാര്യം അർജുൻ, ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് പാർവതി എന്ന് പറഞ്ഞ് കൈ നഷ്ടപ്പെട്ടു പോയ പെൺകുട്ടിയുണ്ട്. അനാസ്ഥ കാരണം, ട്രീറ്റ്മെൻറ്റിലെ പാളിച്ച കാരണം കൈ മുറിച്ച് കളയേണ്ടി വന്നൊരു കുട്ടിയുണ്ട്. ഇവർക്ക് വീണ ജോർജ് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നതല്ലാണ്ട് ഒന്നും നടത്തിയില്ല. പക്ഷേ ഇലക്ഷന് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ വന്ന് പറയുകയുണ്ടായി, ഞാൻ ആ കുട്ടിയുടെ കൃത്രിമ കൈ വെച്ച് കൊടുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും. ആ കുട്ടി വന്നിരിക്കുന്നു,
മുഖ്യമന്ത്രിയായി ചാർജ് എടുക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഇന്ന് രാവിലെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറയുന്നത് സതീശന് വേണ്ട PR വർക്ക് ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രിക്ക് PR ചെയ്തിരുന്ന ആൾക്കാർക്ക് ഹോർഡിങ്ങിൽ നിറച്ചു നിർത്താനായിരുന്നു താല്പര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാര രീതി മാറ്റണമെന്നോ അദ്ദേഹം ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നോ കടക്കു പുറത്തെന്നും വീട്ടിൽ പോയി ചോദിക്കുന്നതും സംസാരിക്കരുതെന്നോ 40 കാറുകളുടെ അകമ്പടി വേണ്ട എന്ന് പറയാനുള്ള ആർജവും PR കാര്യം കാണിച്ചില്ല. മാക്സിമം പൈസ ഇങ്ങോട്ടേക്ക് വരുത്താമെന്ന് മാത്രം നോക്കി 200 കോടി രൂപയാണ് ആ ഹോർഡിങ്ങിൽ തൂങ്ങിക്കിടക്കാനായിട്ട് ചിലവാക്കിയതെന്നാണ് പറയുന്നത്. അതിന് മാത്രം എന്താണ്? ഒന്നും കൂടെ നടന്നിട്ടില്ല. കേരളത്തിലുള്ള അർജുനെ പോലുള്ള യുവജനത മുഴുവൻ പുറത്താണ്, പുറം രാജ്യങ്ങളിൽ അവിടെ അടിമപ്പണി തന്നെ ചെയ്യാമെന്ന് പറയണം. ഇവിടെ നോക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് പറയും എൻ്റെ മകൻ നെതർലാൻഡ്സിലാണ്, എൻ്റെ മകൻ ഇംഗ്ലണ്ടിലാണെന്നൊക്കെ. പക്ഷെ അവിടെ നിന്ന് വന്നൊരു മേയർ നാട് വിട്ട് ഓടുന്ന യുവത്വത്തെ പിടിച്ചു നിർത്താൻ വി ഡി സതീശനെ കൊണ്ടാകുമോ? സതീശനെ കൊണ്ടാകുമോ വെച്ചാൽ നമ്മൾ അദ്ദേഹത്തിന് സമയം കൊടുക്കണം. അദ്ദേഹത്തിന് എന്താണ് മനസ്സിലുള്ളത്? ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ നടക്കൂല. കാരണം KSRTC ഓൾറെഡി തന്നെ ഏറ്റവും വലിയ കഷ്ടപ്പാടിലും ദുരിതത്തിലാണ്. ആ സമയത്താണ് എല്ലാ സ്ത്രീ ജനങ്ങൾക്കും അവിടെ ഫ്രീ ഇതെന്ന് പറയുന്നത്. 1000 രൂപ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക്, എന്താ ആൺകുട്ടികൾക്ക് പഠിക്കണ്ടേ? കേരളത്തെ പോലെ സംസ്ഥാനത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ യാതൊരു വേർതിരിവുമില്ല. അതുപോലെ തന്നെ ചികിത്സാ സഹായം ഓരോരുത്തർക്കുമാണ് പറയുന്നത് 25 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം. പക്ഷേ എലി പെറ്റി കിടക്കുന്ന ഒരു പത്തായം സമ്മാനിച്ചിട്ടാണ് LDF സർക്കാർ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ മുൻ ധനമന്ത്രി ബാലഗോപാൽ വന്ന് ഞെളിഞ്ഞെന്ന് പറയുന്നുണ്ടായിരുന്നു, കോടിക്കണക്കിന് രൂപ കിടപ്പുണ്ട് നമ്മുടെ ട്രഷറിയിൽ നിന്ന്. ആ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ നമുക്കെങ്ങനെയാണ് ഇത്രയും ഇവിടെ ജനിക്കുന്ന ഓരോ കുട്ടിയും 1.5 ലക്ഷം രൂപയ്ക്ക് കടബാധ്യതയോടെയാണ് നമ്മൾ രണ്ടുപേരും, നമ്മുടെ ക്യാമറാമാനും ഇപ്പോൾ ജനിക്കുന്ന കുട്ടിയും ഒക്കെ ഈ കേരളത്തിൽ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? രണ്ടും കൂടെ ജെല്ലിയനില്ല. എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? ജനങ്ങൾ അത്രയും ബോധമില്ലാത്തവരാണോ? സമ്പൂർണ്ണ സാക്ഷര കേരളം എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ അരിയാഹാരം കഴിക്കുന്നത് നമുക്കും മനസ്സിലാവും. എങ്ങനെയാവും കേരളത്തെ മുന്നോട്ട് നയിക്കാനാവുക? കാരണം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഖജനാവിൽ നിന്നുകൊണ്ട് ആ ശമ്പളത്തിനും പെൻഷനും അതോടൊപ്പം തന്നെ നമ്മുടെ എടുത്ത കടത്തിൻ്റെയും തിരിച്ചടവ് കൂടിയിട്ട് നമ്മുടെ വരുമാനത്തിൻ്റെ 71% അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്ന ഗവൺമെൻറ് മുന്നോട്ട് നയിക്കാനാവുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലേ? അർജുൻ, യാതൊരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഇല്ലാത്തൊരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളം തന്നെയാണ്. കാരണം കേരളത്തിൻ്റെ കിട്ടുന്ന ടാക്സ് മണി മുഴുവനും പെൻഷൻ കൊടുക്കാനും നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ എല്ലാവർക്കും ശമ്പളം പക്ഷേ കൊടുക്കാനും വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം ഒരുപാട് മുന്നേറിയിട്ടില്ലേ? അതെന്തുകൊണ്ട് നിങ്ങളെപ്പോലെ യുവതയും അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്മാരും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി വെയിലേറ്റ് കിടന്ന് ദുരിതം സഹിച്ചിട്ടാണ് ഈ പൈസ മണി അത് NRI റെമിറ്റൻസ് കൊണ്ട് മാത്രമാണ് അല്ലേ? കണ്ടെയ്നർ ഈ ഇടയ്ക്ക് ഞാൻ വായിക്കുകയായിരുന്നു. 2 കണ്ടെയ്നർ നോട്ടുകൾ വന്നു. ഈ ഇടയ്ക്ക് ഒരു ലേഡി എന്നോട് പറയുണ്ടായിരുന്നു അവരുടെ സ്ഥലത്ത് സ്ത്രീകൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ ചാക്ക് കൊണ്ടുവയ്ക്കും, അതിൽ നോട്ടെണ്ണി കൊണ്ടിരിക്കുകയാണ് അവരുടെ ജോലിയെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു ജോലിയുണ്ടോ? എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ചാക്കായിട്ട് വരുന്ന നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുക എന്നൊരു ജോലിയുണ്ടെന്ന് അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത്. അങ്ങനെയാണ് ഇവിടെ സാമ്പത്തിക ഇത് വന്നിരിക്കുന്നത്. ഇപ്പം മേടിച്ചു കൂട്ടിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ പറ്റാണ്ട് നെട്ടോട്ട് ഓടുന്നുണ്ട്. ചെറിയ ലൂണ പോലത്തെ വണ്ടികൾ ഓടിച്ച് നടന്നിരുന്ന ആൾക്കാർ ഈ കണ്ടെയ്നറുകൾ വന്നെന്ന് ശ്രീ അച്യുതാനന്ദൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണനാണെന്ന് ആഭ്യന്തരമന്ത്രി അത് ഇടപെട്ട് നിർത്തിയിട്ട് മുകളിൽ നിന്ന് വിളി വന്നിട്ട് ഈ കണ്ടെയ്നറുകൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. നിന്ന നിപ്പിലാണ് 20,000 30,000 രൂപ സെൻറ്റിന് വരെയുള്ള സ്ഥലങ്ങളൊക്കെ 3 ലക്ഷവും 10 ലക്ഷവും 25 ലക്ഷവും 1 കോടിയുമായിട്ട് മാറിയത്. കാശ് നടന്നു കൊടുത്ത് സ്ഥലങ്ങൾ മേടിച്ചു കൂട്ടുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ അതൊന്നും തന്നെ നടക്കുന്നില്ല. അതൊക്കെ ഡെഡായിട്ട് കിടക്കുകയാണ്. അർജുൻ അറിയാമോ, ഞാൻ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് തോമസ് എന്ന് പറയുന്നൊരു MLA, കൊച്ചിയിൽ നിന്നുള്ള MLA വന്നു. അദ്ദേഹം പറയുകയായിരുന്നു, ഇപ്പം യു ആർ എ ബയർ എന്ന് വെച്ചാൽ അർജുൻ ഒരു ബയറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു സെല്ലറാണെന്ന് വിചാരിച്ചോളൂ, 3 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വിൽക്കാനുണ്ടെന്ന് കേട്ടല്ലോ, അല്ല വിൽക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അർജുൻ വന്ന് പറയുകയാണ്, അയ്യോ ഞാൻ കണ്ണായ സ്ഥലം ഞാൻ നോക്കി ഇരിക്കണമായിരുന്നു, 8 ലക്ഷം രൂപ ഞാൻ തരാം. അപ്പം ഞാൻ തന്നെ ഷോക്ക്ഡ് ആവുകയാണ്. സംസാരിച്ച് 2.5 ലക്ഷം രൂപ വൈറ്റും ബാക്കി ബ്ലാക്കിലും നമ്മൾ ക്ലോസ് ചെയ്തു. ആ സമയത്തൊന്നും വൈറ്റും ബ്ലാക്കൊന്നും ഇല്ലല്ലോ. ഈ 2.5 ലക്ഷം രൂപയുടെ ചെക്കും മേടിച്ച് ബാക്കി കാശും കൊണ്ട് ജയലക്ഷ്മിയിലോ ഭീമയിലൊക്കെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവണം അത് മുഴുവൻ കള്ളനോട്ടാണെന്ന്. മിണ്ടാൻ പറ്റുമോ? നമ്മൾ കുടുങ്ങാണ്ട് നമ്മളുടെ കാര്യം നോക്കും. ഇനി എങ്ങനെയെങ്ങാനും പറഞ്ഞാൽ ഗുലാം നബി ആസാദൊക്കെ അന്ന് UPA ഗവൺമെൻറ്റിലിരിക്കുന്ന സമയം അവർ പറയും മേരെ ആദ്മി ചോദ്ദോ. അദ്ദേഹം പറഞ്ഞത് കാശ്മീരി ഇൻഫിൽട്രേറ്റേഴ്സിനെ കൊണ്ട്, അതായത് ആതങ്കവാദികളെ കൊണ്ട്, ഭീകരപ്രവർത്തകരെ കൊണ്ട് കൊച്ചിയുടെ തീരം മുഴുവനും നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഈ തീരത്ത് മുഴുവൻ അവരാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചോ?
ലൈവ് ടോക്കിൽ പറഞ്ഞ കാര്യമാണ്. ഏഷ്യാനെറ്റ് പോലൊരു ചാനലിൽ എൻ്റെ ഗസ്റ്റായിട്ട് വന്നിരുന്ന് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും നടന്നില്ല. അപ്പോൾ അർജുൻ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ പല കാര്യങ്ങളും ബിഹൈൻഡ് ദ ബാക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം തരത്തിലുള്ള ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിനെയൊക്കെ പ്രതിരോധിക്കാനോ അതിനെതിരെയൊക്കെ നയിക്കാനോ പ്രതിപക്ഷത്തെ കൊണ്ട് കഴിയുമെന്നുള്ള ഒരു വീണ്ടും വിചാരമൊന്നും നമുക്കില്ല അല്ലേ? അതിനെയൊന്നും തടയാൻ പ്രതിപക്ഷത്തിനെ കൊണ്ടാവില്ല എന്നുള്ളത് പ്രതിപക്ഷം എന്ന് അടച്ചു പറയാൻ ഞാൻ സമ്മതിക്കില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആർജവമുള്ള NDA സർക്കാരിൻ്റെ 3 തലയെടുപ്പുള്ള MLA മാർ പ്രതിപക്ഷ ബെഞ്ചിലിരിപ്പുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അച്യുതാനന്ദൻ ഗവൺമെൻറ് സമയത്ത് ഏറ്റവും ശക്തനായ കോടിയേരി ബാലകൃഷ്ണൻ ഇരിക്കുന്ന സമയത്താണ് ഈ കണ്ടെയ്നറുകൾ ഇവിടെ വന്നതെന്ന്. ആ സമയത്ത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ UPA സർക്കാരും ഭരിക്കുന്നത്. അവരുടെയും പ്രതികരണം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരു നാണയത്തിൻ്റെ 2 വശമാണ്. അവർക്ക് പൈസ കണ്ടാൽ അറക്കില്ല. അതുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ്. യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP തന്നെയായിരിക്കും BJP അല്ലേ? തന്നെയാണ്. 3 MLA-മാരുള്ള BJP തന്നെയായിരിക്കും യഥാർത്ഥ. 3 പേർക്ക് 30 അല്ല 72 പേരുടെ ആർജവമുണ്ട്, ശക്തിയുണ്ട്. ബാക്ക് ചെയ്യാൻ നരേന്ദ്രമോദിജി, അമിത്ഷാജി, അതുപോലെ രാജ്നാഥ് സിംഗ് ജി മുതലായ സോളിഡായിട്ടുള്ള വളർന്ന് ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിത ജീവിതം നയിക്കുന്ന നേതാക്കന്മാരുണ്ട്. ആ സെൻട്രലിൻ്റെ ഒരു നോട്ടം ഉള്ളതുകൊണ്ട് മാത്രമാണ് അർജുൻ നമ്മളിവിടെ നന്നായി ജീവിക്കുന്നത്. ഈ ഇടയ്ക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഡൽഹിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് പോലും അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വന്ന് എനിക്ക് കൺഗ്രാജുലേഷൻസ് പറയണ, പത്മജ ദീദി ഹംനെ ജീത് ഗയ എന്നാണ് പറയുന്നത്. അവിടെ ഞാനൊരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയി. അദ്ദേഹത്തിന് യാതൊന്നും അറിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. പക്ഷെ കേരളത്തിൽ നടക്കുന്ന, ഇവിടെ ഈ മണ്ണിൽ നടക്കുന്ന അധിനിവേശത്തിൻ്റെ കാര്യങ്ങളും ഹിന്ദുക്കളെ എത്രമാത്രം സമ്മർദ്ദത്തിൽ, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, കൂടുതൽ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതല്ല. അദ്ദേഹത്തിനെ പോലുള്ളവർ പറയുന്നത്, ഞങ്ങൾ വരാം കേരളത്തിലേക്ക് നിങ്ങൾക്ക് സംരക്ഷണത്തിന്. അപ്പോൾ എത്രമാത്രം പുറത്തുനിന്നുള്ള ആളുകൾ കേരളത്തിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ടെൻസ്ഡാണ്. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ കേരളത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ഞാൻ BJP പ്രവർത്തകനാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞ പല കാര്യങ്ങളും എനിക്കതൊരു ന്യൂസ് തന്നെയായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നായി മാറും. കേരളത്തിലെ ശരിക്കുമുള്ള പ്രതിപക്ഷമായി മാറാൻ പോകുന്നത് 3 MLA-മാരുള്ള BJP-ആണ്. 3 MLA ശക്തരല്ലേ? ശക്തരായിട്ടുള്ള, അത് തന്നെ ശക്തരായിട്ടുള്ള 3 അല്ല മനസ്സിലാക്കൂ. അല്ല 3 MLA-മാരെന്ന് പറയുന്നത് നമുക്കറിയാം, പൂജ്യത്തിൽ നിന്നുകൊണ്ടാണ് 3 MLA-മാർ BJP നേടിയത്. അത് വലിയൊരു പ്രവർത്തനമാണ്. സാധാരണക്കാരായ 3 പേരല്ല, ഇന്റർനാഷണൽ ലെവലിൽ ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിമാരായിരുന്ന് ഭാരതത്തെ അന്തർദേശീയ തലത്തിൽ പ്രതിനിധീകരിച്ച വ്യക്തികളാണ് MLA-മാരായിട്ടിരിക്കുന്നത്. വിറയ്ക്കോ? മുഖ്യമന്ത്രിയുള്ള ഉൾപ്പെടെയുള്ളവർ വിറച്ചു പോകും. കാരണം അവർക്ക് കാര്യങ്ങൾ അറിയാം. ഇട്ടാവട്ട സ്ഥലത്ത് നിന്ന് കളിച്ച മുഖ്യമന്ത്രി, ആദ്യമായിട്ടാണ് അദ്ദേഹം മന്ത്രി തന്നെയാവുന്നത്. അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിച്ചു വരണം. പക്ഷേ കാര്യങ്ങൾ പഠിച്ച് അറിഞ്ഞ് അന്തർദേശീയ തലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആളുകളാണ് അവിടെ പ്രതിപക്ഷമായിട്ട് BJP-ക്ക് ഇരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവും നോക്കാം. ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ സതീശൻ, ബി പ്രിപ്പയർഡ്. നമുക്കിനി യുദ്ധമുഖത്ത് കാണാം. യുദ്ധം ഞാൻ പറഞ്ഞ നല്ല അർത്ഥത്തിലാണ്. കാരണം കാര്യങ്ങൾ പഠിച്ചു വരികയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് BJP-ക്ക് ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം.